ഹായ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കുക്കീസ് റെസിപ്പിയാണ്. അതിനു വേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാൻ ഇവിടെ ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. പൈനാപ്പിൾ എസൻസും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാര നന്നായിട്ട് ഗീല് മെൽട്ടായിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കിനി ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട് കുറച്ചായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. കൈവച്ച് കുഴച്ചെടുത്താൽ മതി. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അതിലേക്ക് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാലാണ്. അതിന് പകരം ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇവിടെ പാല് ചേർത്തിട്ടുണ്ട്. അത് പാല് ചേർത്തിട്ട് ഒരു ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. ഞാനിതൊരു ബട്ടർ പേപ്പർ വെച്ച ട്രേയിൽ എയർ ഫ്രൈയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണ തവയിൽ വെച്ചിട്ടും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഓരോരോ ചെറിയ ഉരുളകളായിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ട്രേയിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ദോശ തവയിൽ വെച്ചെടുക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. എയർ ഫ്രയറിൽ എനിക്കതൊരു ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്കൊരു 40 മിനിറ്റ്സിൽ 200 വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനൊരു മേദ ഫോർക്ക് വെച്ചിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. കുറച്ച് തണുത്തതിന് ശേഷം ആണിതൊന്ന് ഹാർഡായിട്ട് കിട്ടും. ആദ്യം കുറച്ച് സോഫ്റ്റായിട്ടാണ് തോന്നുന്നത്. കുറച്ച് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കുക്കീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.